സ്വന്തം നിലപാടുകൾ കൊണ്ട് എന്നും ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് കനി കുസൃതി. താൻ എന്താണെന്ന് പറയാൻ ആരെയും ഭയക്കാത്ത കനി വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായ വാട്ടർമെലൺ ബാഗുമായി കനി കുസൃതി എത്തിയപ്പോൾ അവിടെ തിളങ്ങിയത് കനിയുടെ ഔട്ട്ഫിറ്റ് ആയിരുന്നില്ല, മറിച്ച് കേരളം ഉയർത്തിപ്പിടിച്ച നിലപാടായിരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ആഗോള ചിഹ്നമായ തണ്ണിമത്തൻ രൂപത്തിലുള്ള ബാഗുമേന്തി കനി കുസൃതി ക്യാനിലെ റെഡ് കാർപ്പറ്റിലെത്തിയപ്പോൾ കനിയുടെയും അവളിലൂടെ കേരളത്തിന്റെയും അഭിമാനവും യശസ്സും വാനോളം ഉയർന്നു. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കനി എന്ന പെണ്ണിൽ തങ്ങി നിന്നു. അവളുടെ നിലപാടിൽ ഊറ്റം കൊണ്ടു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ഒരു ആഗോള വേദിയിൽ മലയാളിയായ കനി കുസൃതി പലസ്തീന് ഐക്യദാർഢ്യവുമായി എത്തിയത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം നിലപാടുകൾ തുറന്നു പറഞ്ഞതിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട വ്യക്തിയാണ് കനി. ആ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു വലിയ പൊതുവേദിയിൽ വീണ്ടും കനി തന്റെ നിലപാട് പറയുന്നുണ്ടെങ്കിൽ അത് മനക്കരുത്തിന്റെ കൂടി പിൻബലത്തിലാണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ പോലൊരു വേദിയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കനി കുസൃതി ചരിത്രത്തിന്റെ ഭാഗമാവുകയല്ല, മറിച്ച് അവൾ തന്നെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. പലസ്തീനിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തന്റെ നിറങ്ങളായ ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്, പച്ച എന്നിവയാണ് പലസ്തീൻ പതാകയിലുള്ള നിറങ്ങൾ. ലോകവ്യാപകമായി പലസ്തീൻ അനുകൂല റാലികളിലെല്ലാം തണ്ണിമത്തന്റെ ചിത്രമുള്ള കൊടികളും ഫ്ലെക്സുകളും ഇമോജികളും പ്രചരിച്ചിരുന്നു. 1967 യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും കിഴക്കൻ ജെറുസലേമിന്റെയും നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തപ്പോൾ അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമാക്കിയിരുന്നു. ഇത് മറികടക്കാനാണ് പലസ്തീനികൾ തണ്ണിമത്തൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് തണ്ണിമത്തൻ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ആഗോള ചിഹ്നമായി മാറുകയായിരുന്നു. മുസോളിനിയുടെയും ഹിറ്റ്ലറിന്റെയും നേതൃത്വത്തിലുള്ള ചിത്രങ്ങൾക്ക് പുരസ്കാരം നൽകിയ വെനീസ് ചലച്ചിത്രമേളയുടെ തീരുമാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫാസിസ്റ്റ് നാസി പ്രതിരോധത്തിലൂന്നി കാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വിലയേറിയ അംഗീകാരം ലഭിക്കുന്ന ഗോൾഡൻ പാമിന് അഥവാ പാംദോറിന് മത്സരിക്കുന്ന ചിത്രം ഓൾവേ ഇമാജിൻ ആസ് ലൈറ്റിന്റെ പ്രീമിയർ ഷോയ്ക്ക് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയും.